ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇവൾക്കൊക്കെ എന്ത് കഷ്ടപ്പാട്. ഞാൻ പച്ചയോടെ പറയട്ടെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ്. ഓ കുലിക്കും കളിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അഴിഞ്ഞാടി നടക്കുന്ന ഇവൾക്കൊക്കെ എന്ത് വിഷമം, എന്ത് സങ്കടമൊക്കെ പറഞ്ഞാൽ ഈ പെണ്ണിന്റെ ഒക്കെ മനസ്സറിയോ. അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. റിയൽ ലൈഫിൽ അഞ്ജിതാര എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. മനസ്സിലായി? അഞ്ജിത നായറിനെ അറിയാമായിരിക്കുമല്ലോ, ബ്യൂട്ടി ടിപ്സ് മലയാളം യൂട്യൂബ്. ഓക്കെ, അപ്പം അവരെ അറിയാത്തവരാരും അഞ്ജിത നായർ ബ്യൂട്ടി. ഓക്കെ, ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനൊരു 3-4 വർഷം മുമ്പാന്ന് തോന്നുന്നു. ഓക്കെ, ഒരു തംബ്ലൈൻ കണ്ടിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ തംബ്ലൈന് ഒക്കെ. അപ്പോൾ തംബ്ലൈൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ, ഓടി വന്ന് ചാടിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ വീട്ടിലെ കാര്യങ്ങളും അവിടെ പോകുന്നു, ഇവിടെ ഇതൊക്കെ. അപ്പോൾ ഒരു ദിവസം കണ്ടായിരുന്നു, ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. റിയാക്ഷൻസ് വീഡിയോസൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പം ഇങ്ങനെ നോക്കി ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇവരുടെ വീഡിയോസൊക്കെ ചെയ്തേക്കുന്നത് കണ്ടേക്കുന്നത്. അപ്പം ഞാൻ അത് കയറി നോക്കിയായിരുന്നു. ഇപ്പം മൊത്തം ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ടീംസ് എല്ലാവരും എന്താ പറയണ്ടേ, വീട്ടിലെ എന്താ പറയുക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചർച്ച ചെയ്യുന്നതൊക്കെ. ഇതിന്റെ തംബ്ലൈൻ പോട്ടെ, എന്നെ ഡിസ്ക്രിപ്ഷനിൽ വായിച്ചു നോക്കിയതാണ്. അച്ഛൻ ഡിവോഴ്സായി ? അച്ഛനിൽ നിന്ന് അഞ്ജിതയ്ക്ക് മോശം അനുഭവം ഉണ്ടായോ ? ട്രെൻഡിങ് ഡിവോഴ്സ് റിയാക്ഷൻ. അന്തസ്, നല്ല കാര്യം. മക്കളായ ഇങ്ങനെ തന്നെ വേണം. ഓക്കെ, വീട്ടിലെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ കാണുമായിരിക്കും, അച്ഛനും അമ്മയും തമ്മിലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കാണും. എന്നിട്ട് പിന്നെ കൂടാത്തിന് മോടെ കുറെ ബ്യൂട്ടി ടിപ്സിന്റെ കുറെ പ്രൊഡക്റ്റിന്റെ ഒക്കെ താഴെ ഇങ്ങനെ കൊടുത്തിട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് പോവാം. എന്താന്ന് വെച്ചാൽ പഴയ കൂട്ട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവരുടെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും. പണ്ടൊക്കെ ഇവരൊരു വീഡിയോ ഇട്ടാൽ 1 million ഒക്കെ വരെ വരും. പിന്നെ 5-6 ലക്ഷം ഒക്കെയാണ് ഒരു ദിവസം. അപ്പം നല്ല വരുമാനം കാര്യങ്ങളും. ഇപ്പം വ്യൂസ് ഇല്ല. 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അവരുടെ വീഡിയോ ഞാൻ വെച്ചുതരാം. ഹലോ, അപ്പം എല്ലാവർക്കും ഞാനിന്ന് ശ്രീകൃഷ്ണ ജയന്തിന്റെ ആ ഒരു ദിവസമാണ് കേട്ടോ വ്ളോഗ് എടുക്കുന്നത്. വ്ളോഗല്ല, എൻ്റെ ഒരു അനുഭവം എന്ന് വേണമെങ്കിൽ പറയട്ടോ. എൻ്റെ ഒരു മറുപടി ഞാൻ പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയാണ് എത്തുന്നത്. അപ്പൊ ഈ ഒരു ദിവസം തന്നെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് തോന്നി. അപ്പൊ അതാണ് ഞാൻ ഇന്നത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഇതൊരു കണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരിക്കലും നിങ്ങളൊരു വീഡിയോ ആയിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലുപരി ഒരിക്കലും ഇത് മറ്റുള്ളവരെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഒരു പാവം അല്ലെങ്കിൽ സാധു കുട്ടി അല്ലെങ്കിൽ ഒരു സങ്കടം രീതിയിൽ ഫീൽ ചെയ്യാനൊന്നല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം അത് ഏതൊരാളായാലും ഞാൻ പറയണം. പക്ഷെ എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇവൾക്കൊക്കെ എന്ത് കഷ്ടപ്പാട്. ഞാൻ പച്ചയോടെ പറയട്ടെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ്. ഓ കുലിക്കും കളിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അഴിഞ്ഞാടി നടക്കുന്ന ഇവൾക്കൊക്കെ എന്ത് വിഷമം, എന്ത് സങ്കടമൊക്കെ പറഞ്ഞാൽ ഈ പെണ്ണിന്റെ ഒക്കെ മനസ്സറിയോ. അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. റിയൽ ലൈഫിൽ അഞ്ജിതാര എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. മനസ്സിലായി? അപ്പം സ്വയം ബോധമുണ്ട്. ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഇച്ചിരി തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ അവർക്ക് നല്ല രീതിയിൽ ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തന്നെ ആദ്യം കൈയടി തരണം. പിന്നെ ശരിയാ, റിയൽ ലൈഫിൽ എന്താ പറയണ്ടേ, നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, എൻ്റെ ഉള്ളിലെ വിഷമം എന്താണെന്ന് ഈ കാരണം ആർക്കും ഒന്നും അറിയത്തില്ല. യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, പൈസ മേടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ്. ഓക്കെ, മനുഷ്യരാണ്, വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മനസ്സിലാവുന്നുണ്ട് പിള്ളേ. പക്ഷെ നിങ്ങൾ ഈ ചില കാണിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് എന്താ പറയാ, അത് നിങ്ങളുടെ മെയിനായിട്ട് തമ്പുരാനല്ല, ഇന്നത്തെ ഇതുണ്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അച്ഛൻ അഞ്ജിതേ, അതൊക്കെ എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നേ? വീട്ടിലെന്തൊക്കെ പ്രശ്നങ്ങൾ കാണും, ചിലപ്പോൾ അച്ഛൻ വീട്ടിൽ വഴക്കുണ്ടാകും, തെറിയുണ്ടാകും, ഓക്കെ, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ കൊടുക്കുന്നേ? ഇതിപ്പോൾ എന്താ പറയണ്ടേ, നിങ്ങൾ തന്നെ പറയുന്ന ഒരു കണ്ടന്റ് അല്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, എൻ്റെ കുറേ ന്യായം പറയുന്നുണ്ടല്ലോ, ഇതൊന്നും അല്ലെന്ന് നിങ്ങളിരുന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് ഒക്കെ കാര്യങ്ങൾ കൊടുക്കുന്നേ? അല്ലെങ്കിൽ ചുമ്മാ കിട്ടാ പോരെ? എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കിട്ടാ മതി. എന്തിന് എനിക്ക് ഇത് ഇങ്ങനൊന്നും മോളെ അല്ല ചേച്ചി, തഴന്താന്ന പരിപാടി അതൊക്കെ. ഒരു അനിയൻ പറഞ്ഞ കേട്ടൻ കണ്ടാൽ മതി, ഇതൊക്കെ തഴന്താന്ന പരിപാടിയാണ്. അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നും കാര്യമില്ല. പിന്നെ നിങ്ങൾ വരയ്ക്കും, നീ യോജിച്ചാൽ എനിക്കെന്താ, എൻ്റെ അപ്പുറം കാണിച്ചിട്ടാണ് ഞാനവിടെ ഇരിക്കുന്നത് നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിട്ടാൽ മതി. ഓക്കെ, ബാക്കി വെക്കാം. എനിക്ക്
ഇതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്തു, എനിക്ക് പരിഹാസം കേൾക്കാൻ വയ്യാതായി കേൾക്കാൻ ഈ ഇടയായിട്ട് പോലും മെനിയാന്നാ തോന്നുന്നുണ്ട്, ഈ ഇടയായിട്ട് പോലും ഏതോ ഒരു വൃത്തികെട്ട ഒരു കമന്റ്, ഒരു ഫ്രോഡ് ചങ്ങായി എന്നാണ് പറയാ, അച്ഛനില്ലാത്ത കുട്ടി എന്ന് എനിക്ക് കമന്റ് ഇട്ട്. അത് ഇടാനുള്ള ധൈര്യം കാണിച്ച് അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അച്ഛനില്ലാത്ത കുട്ടി എന്ന് പറയണ്ടല്ലോ, ആയിക്കോട്ടെ, അത് എനിക്ക് കുഴപ്പമില്ല. എന്റെ ജീവിത സാഹചര്യം കൊണ്ട് എന്നെ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ, എനിക്കതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എത്ര വലിയ ഇഷ്ടമല്ലാത്ത ആളാണെങ്കിലും ഒരിക്കലും ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും പറയരുത്. അത് അത്രയ്ക്ക് മനസ്സിൽ കട്ടിയുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്. ഓക്കെ, ഞാനിപ്പോ കാര്യത്തിലേക്ക് കിടക്കാം. കുറേ പേര് എന്നോട് ചോദിച്ചിട്ട് എന്താണ് അച്ഛന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്, അമ്മ ഡിവോഴ്സ് ചെയ്യാന്ന് ഉറപ്പിച്ചോ, എന്താണ് ഇപ്പൊ ഫൈനലായിട്ടുള്ള തീരുമാനം, 2 മക്കളെയും ചേച്ചിയുടെ ഹസ്ബൻഡ് ബിജു ഏട്ടന്റെയും എന്റെയും കൂടി അഭിപ്രായം എന്താന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവരോട് കൂടിയാണ് ഞാൻ പറയുന്നത്, എനിക്ക് എന്റെ ഒരു സോഷ്യൽ മീഡിയയിലെ കമന്റ്സും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ നല്ലത് പറഞ്ഞാലും അതിനെ കുറ്റം പറയാനും ആൾക്കാരുണ്ട്. അതൊക്കെ സഹിച്ചു വേണ്ട ഇവിടെ നിൽക്കാനാ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര വീഡിയോസ് എത്ര പോസിലും കീസിലും ഒക്കെ നിങ്ങൾ ഓരോ വീഡിയോസ് ഇട്ടേക്കുന്നു, അതിന്റെ അടിയിൽ വന്ന കമന്റ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ വായിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ആ സമയത്തില്ലാത്ത ഒരു ഇത് എന്ത് പറ്റി ഈ ഒരു കാര്യത്തിലാ? ഞാനൊന്നും എന്താ പറയണ്ടേ, നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല പറയാൻ. തന്തയില്ലാത്തവളെന്നുള്ള രീതി പറഞ്ഞത് അവന്റെ തെറ്റ് തന്നെ. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ആ തന്തയുടെ ഇത് വെച്ച് തന്നെ അല്ലേ നീ ഇപ്പം ഈ ലൈൻ കൊടുത്തിരിക്കുന്നത്, ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിരിക്കുന്നത്, അഞ്ചിതേ കയറി ക്വസ്റ്റ്യൻമാർക്കൊക്കെ ഇട്ടോ ആ ഒരു അർത്ഥം വെച്ചിട്ട്. അപ്പൊ നീ അവരും തമ്മിൽ എന്താ വ്യത്യാസമെന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് പറയും? പക്ഷെ ചോദിച്ചിട്ട് കാര്യമില്ല ചേച്ചി, ഞാൻ ചോദിക്കുന്നില്ല. നമുക്ക് അടുത്തിലോട്ട് പോവാം. തീരുമാനം ഞാൻ അമ്മയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിനി വയ്യ അമ്മേ, എനിക്കിനി വയ്യ. കാരണം നമുക്കൊരു ജീവിതമുള്ളൂ, ആ ജീവിതം നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കണം. അല്ലാതെ നമ്മൾ എത്രത്തോളം ഒരു അച്ഛനെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും സഹിക്കാനല്ലേ, എന്തും മൊത്തത്തിലൊരു നാട്ടുകാർ കേൾക്കാൻ മോശമായിട്ടുള്ള രീതിയിൽ തെറികൾ പറയുമ്പോൾ അതൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് വിഷമം ഉണ്ടാവും. പിന്നെ മദ്യപിക്കുന്ന പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കത് നമ്മൾക്ക് ഈ എന്താ പറയാ ഒരു സ്വസ്ഥതയാണ് ആ ഒരു ലൈഫിൽ നഷ്ടപ്പെടുന്നത്. മനസ്സിലായി? സ്വസ്ഥത അത് ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്. ഈ മദ്യപിച്ചിട്ട് നമ്മൾ പണി കഴിഞ്ഞ് മദ്യപിച്ച് വരുമ്പോൾ അതേപോലെ അവരും ചിന്തിക്കുന്നില്ല. ആണുങ്ങളാണെങ്കിൽ അവരും ചിന്തിക്കില്ല, വീട്ടിലും വേറുണ്ട്, വീട്ടിലും ഭാര്യ മക്കളുണ്ട്, അവർക്ക് ഞാനൊരു സ്വസ്ഥത കൊടുക്കണം. ഏതായാലും ഇത്രയും വർഷം എനിക്ക് സ്വസ്ഥത കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചിന്ത ഇന്നേ വരെ അച്ഛൻ്റെ ഉള്ളിലില്ല. അങ്ങനത്തെ ഒരു ചിന്ത അച്ഛൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അച്ഛൻ എന്നോ ചിന്തിക്കായിരുന്നു, എനിക്കൊരു കല്യാണം കഴിക്കാത്തൊരു മോളുണ്ട് വീട്ടില്, അവളെ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് കൊടുത്തയക്കണം, അവളെ ഞാൻ മുന്നിൽ നിന്ന് അവളെ നല്ലൊരു ലൈഫിലേക്ക് വിടണം. എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മൂത്ത മോളുണ്ട്, അവള് കല്യാണം കഴിഞ്ഞാണ്, മൂത്ത മോക്കൊരു കുട്ടിയുണ്ട്, അവരുടെ ലൈഫ് എങ്ങനെ പോകുന്ന ഒരു ചിന്ത, ഒരു ഉത്തരവാദിത്വം വേണം ഏതൊരു മനുഷ്യനാണെങ്കിലും. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് അമ്മയുടെ തീരുമാനം? എൻ്റെ തീരുമാനം ഇതാണ്, എനിക്കിനി വയ്യ, സത്യം പറയാം എനിക്ക് വയ്യ. എന്നിങ്ങനെ കരഞ്ഞ് ചില രാത്രിയൊക്കെ ഞങ്ങൾ പേടിച്ചിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ, സത്യം പറയാണ്. അതിപ്പോ ഇവിടുത്തെ ചുറ്റുപാടുള്ള ഏതെങ്കിലും ഒരാൾ ഈ ഒരു വീഡിയോ കാണണ്ടേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത വീടുകളില്ല. ഇതിനെക്കാളും വലിയ ഭൂകമ്പമൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പലവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന എന്റെയും ഞാൻ അതിലോട്ട് വരുന്നില്ല. ഓക്കെ, എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അപ്പുറം സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ അപ്പുറം ജയിക്കാൻ വേണ്ടി ഇതിന്റെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ മക്കളാന്ന് പോലും മറന്നുപോകും. പക്ഷെ സഹിച്ചു നിന്നേ പറ്റൂ. കാരണം അച്ഛനാ അല്ലെങ്കിൽ അമ്മയാ, അത് നമ്മൾ ചിന്തിക്കണം. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം അച്ഛൻ അവിടെ കിടന്ന് തെറി വിളിക്കുന്നു, അത് കാണിക്കുന്നു. ഓക്കെ, അവർ പഴയ ആൾക്കാർ, പഴയ ചിന്താഗതി. ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൊരു കുട്ടിയല്ലേ നിങ്ങൾ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇപ്പം ചിലപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എൻ്റെ മകൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുകൊണ്ടാണെന്നുള്ളൊരു ഇത് തോന്നിയാലോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാ കാര്യങ്ങളൊന്നും ചില ആൾക്കാർ പറയത്തൊന്നുമില്ല. നിങ്ങളുടെ വീഡിയോസിനകത്ത് നിങ്ങളുടെ അച്ഛൻ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നല്ലോ, പറഞ്ഞു മനസ്സിലായോ? ഫാമിലിയിൽ പല പ്രശ്നങ്ങളും, കുടുംബത്തിലെ പ്രശ്നങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മുടെ കുടുംബം അത് ആ ഒരു ചിന്ത വേണം. ഞാനൊക്കെ വഴക്കിടും. 10 മിനിറ്റ് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞിട്ട് അമ്മ ചോറെടുത്തതാന്ന് പറയും. അത് മുമ്പിൽ കൊണ്ടുപോയി വെച്ച് തന്നിട്ട് അത് അവിടെ തീർന്നു, അവിടെ കഴിയും. ഇതിൻ്റെ അപ്പുറത്തെ ഭൂകമ്പം നടക്കും. അപ്പം ചിലപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഡാനിയോ അവനോ, അവൻ ഈ കാണുന്ന ഒന്നും അല്ല അവൻ എന്ന് വേണമെങ്കിൽ പറയും. അല്ല,
ഞാനെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് ചാടി കയറി കളിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. നമ്മളൊക്കെ ഒതുങ്ങി ഒരു മൂലയ്ക്ക്. ഇപ്പോൾ ഒരു കൊച്ചു ചേർക്കാൻ വന്നിട്ട് ഡാ എന്താടാന്ന് വിളിച്ചാലും മോനെ, അതാണ് നമ്മളൊരു ഇത് ഇപ്പോഴത്തെ രീതി അങ്ങനെയാണ്. അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പം നിങ്ങളൊന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ എന്താ പറയണ്ടേ, ചേച്ചിയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഈ പറയുന്ന ചേച്ചിയെ കെട്ടിച്ചു വിട്ട വീട്ടുകാർക്കൊക്കെ, ബന്ധുക്കാരൊക്കെ ഇതിനെക്കുറിച്ച് എന്ത് പറയും? നിങ്ങൾ ഈ കാണിക്കുന്നതിനൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒന്നും ഇങ്ങനെ പ്രശ്നം അങ്ങോട്ട് സംസാരിക്കുക ഇങ്ങോട്ട് സംസാരിക്കുക, സ്വന്തം ഭക്ഷണം, സ്വന്തം രീതി, സ്വന്തം വസ്ത്രം, എല്ലാം സ്വന്തം സ്വന്തം സ്വന്തം, വേറെ ഒന്നുമില്ല, എല്ലാം സ്വന്തം സ്വന്തം സ്വന്തം. അപ്പൊ അമ്മയോട് ചോദിച്ചാൽ എന്താ? അപ്പൊ അമ്മയുടെ അച്ഛൻ രാവിലെ പറഞ്ഞു, എന്നെ ചിന്നൻ എന്നാണ് വിളിക്കുക, ചിന്നനോട് പറയും ഇനി ഞാൻ എന്തായാലും മദ്യപിക്കില്ല, എനിക്കൊരു അവസരം കൂടി തരാൻ പറയും, ഞാൻ പണിക്ക് പോവില്ല. ഞാൻ പറഞ്ഞു അവസരങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ്, കൊടുത്തിട്ട് കാര്യമില്ല, മൂപ്പര് നന്നാവണ്ടേ. അപ്പം അമ്മ പറഞ്ഞു മോളെ ഒരു അവസരം കൂടി നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇനി ഒന്നും നോക്കണ്ട, എനിക്ക് ജീവിതം എന്താ പറയുക, എനിക്ക് ജീവിതം തന്നെ സത്യം പറയാം അമ്മ പറയുക ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അമ്മനെ ഓർത്തിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു അവസരം കൂടി തരാം. അമ്മ നല്ല രീതിയിൽ സംസാരിച്ചിട്ട്, ഒരാളെ മാക്സിമം നമ്മൾ സംസാരിക്കാനേ പറ്റുള്ളൂ, വേറെ അതിനുപരി നമുക്കൊന്നും പറയാൻ പറ്റില്ല. സംസാരിച്ചിട്ട് എന്താ തീരുമാനം വെച്ചാൽ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അച്ഛനമ്മയോട് പറഞ്ഞിട്ട് ഞാൻ ഇനി മദ്യപിക്കില്ല, പുറത്ത് പണിക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി എന്താന്ന് അമ്മയുടെ ഒരു കൺഫേം ആയിട്ടുള്ള തീരുമാനം കിട്ടിയതിന് ശേഷം എനിക്ക് പറയാനുള്ളൂ. അപ്പം അത് 2 ദിവസത്തിനുള്ളിൽ അമ്മ എന്നോട് മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി കിട്ടിയതിന് ശേഷം ഞാൻ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് അറിയിക്കും കേട്ടോ. എന്തായാലും ഡിവേഴ്സ് ആയില്ലേ ഈ ഒരു ചോദ്യം വീണ്ടും വന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിക്കുന്നവർക്ക് ആ വിഷമം മനസ്സിലാവുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും ഉടനെ അമ്മയുടെ തീരുമാനം കിട്ടും. തീരുമാനം കിട്ടിയതിനു ശേഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അഞ്ജിതയുടെ ചില പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തട്ടി തന്നെ പറയുന്നതും കാര്യങ്ങളൊക്കെ അത് മനസ്സിലാവും. അത് ആ ഒരു വഴി കൂടെ പോയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത് നമ്മുടെ വീട്ടിലെ ഒരു കാര്യമല്ലേ, അത് അവിടെ തന്നെ നിന്നാൽ മതി. അതൊക്കെ മറ്റുള്ളവരെ അറിയിച്ച് ഒന്നും ഇതാകേണ്ട ആവശ്യമില്ല. ഒന്ന് ട്രാക്ക് മാറ്റിപ്പിടി. നമ്മളിപ്പോൾ ഇത്രയും വർഷം ഒരു രീതി പോയിട്ടില്ലേ? ഇനി ഒന്ന് ട്രാക്കൊക്കെ മാറ്റി നല്ല രീതിയിൽ ഒന്ന് നേരെ സെറ്റായിട്ട് നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ല അടിപൊളിയായിട്ട് ചെയ്യും. നിങ്ങളൊക്കെ കാണാൻ നല്ല ഐശ്വര്യമൊക്കെ ഉണ്ടല്ലോ കാണാനൊക്കെ. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് നിന്ന് നല്ല രീതി വീഡിയോസും കാര്യങ്ങളും ഇട്. പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരികയൊക്കെ ചെയ്യും. ഈ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ വെച്ചാൽ എന്താ പറയണ്ടേ, ഇത് ചില മറ്റേ ഇതൊക്കെ വിചാരിച്ച് വരുന്ന കുറെ ടീംസുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ കാണാം എന്നൊക്കെ ആ ഒരു ചിന്താഗതിയായിട്ട് വരുന്ന കുറെ ഇതുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരാണ്. അവർക്ക് വേണ്ട ഇതുപോലുള്ള കണ്ടന്റ്സ് ഒന്നും ഇഷ്ടമല്ല. അത് അവരുടെ വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറമ്പിൽ കിടന്നൊന്ന് ഓട്, അല്ലെങ്കിൽ ഒന്ന് ചാട്, അല്ലെങ്കിൽ തലകുത്തി മാറി എല്ലാം ഓടി വരും. പറഞ്ഞു മനസ്സിലായോ? അപ്പം അതിൽ നിന്ന് കിട്ടും നമുക്ക് വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടും. പറഞ്ഞു മനസ്സിലായോ? പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളിപ്പോൾ അച്ഛൻ്റെ ക്യാപ്ഷനും ഗീപ്ഷനും ഒക്കെ ഇട്ട് വലിയ ഇത് പരസ്യമൊക്കെ കൊടുത്തല്ലോ താഴെയും കീഴെയൊക്കെ, എന്നിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് വേണ്ട, നമ്മുടെ ഫാമിലിയുടെ വിഷയം അത് അവിടെ തന്നെ നിൽക്കുക. വെറുതെ എന്തിനാ പുറത്തിട്ടിട്ട് വെറുതെ ഉള്ളതും കൂടെ കളയുന്നേ? അപ്പം പുള്ളി നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം തന്നെ ചോദിക്കത്തുള്ളൂ. പുള്ളി ഇപ്പം ആൾക്കാർ പറയുന്നത് നീയൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടിയിട്ടാടി ഇങ്ങനെ കുടിച്ച് നടക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. വിഷമം കൊണ്ടാണെന്ന് പറഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഉപദേശിക്കാനും കാര്യങ്ങളൊന്നും ആയില്ല. പിന്നെ ഇത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ട് ഞാനും സംസാരിച്ചൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ, ബൈ.